Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഷെൽ. മെയിൻ ആയിട്ട് ഷെല്ലിൽ നമുക്ക് ലോഗിൻ ഷെല്ലും നോൺ ലോഗിൻ ഷെല്ലായിട്ട് ഡിവൈഡ് ചെയ്യാം. ലോഗിൻ ഷെല്ല് പറഞ്ഞാൽ ദിസ് ഷെൽ ക്യാൻ ബി അസസ്ഡ് ആഫ്റ്റർ എ സക്സസ്ഫുൾ ലോഗിൻ. എ ലോഗിൻ ഷെൽ ഈസ് ദി ഫസ്റ്റ് പ്രോസസ് ദാറ്റ് എക്സിക്യൂട്ട്സ് അണ്ടർ യുവർ യൂസർ ഐ ഡി വെൻ യു ലോഗിൻ ഫോർ എൻ ഇന്ററാക്റ്റീവ് സെഷൻ. അതായത് നമ്മളിപ്പോൾ ടെർമിനൽ ഉണ്ട്, ആ ടെർമിനൽ ജസ്റ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ ടെർമിനൽ ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമ്മളോട് യൂസർ ഐ ഡിയും പാസ്വേഡും ആദ്യം ചോദിക്കും. അതായത് ഇഫ് യു ഓപ്പൺ എ ഷെൽ ഓർ ടെർമിനൽ ആൻഡ് ഇറ്റ് ആസ്ക് യു ടു ലോഗിൻ വിത്ത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ബിഫോർ ഇറ്റ് ഗിവ്സ് യു എ പ്രോംപ്റ്റ്, ഇറ്റ്സ് എ ലോഗിൻ ഷെൽ. ഇപ്പൊ എന്നോട് ഇപ്പോൾ യൂസർ ഐ ഡിയും ചോദിക്കണില്ല, പാസ്വേഡും ചോദിക്കണില്ല. നേരിട്ട് നമുക്ക് ഡോളറിന്റെ സിമ്പിൾ വന്നിട്ടുണ്ട്, അതായത് കമന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്ന് എടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഇപ്പൊ ക്ലിയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിയർ ടൈപ്പ് ചെയ്യുക. നമ്മുടെ കറന്റ് വർക്കിംഗ് ഡയറക്ടറി അറിയണമെങ്കിൽ PWD ടൈപ്പ് ചെയ്യുക. അതിലെ വിനായക് PG എന്ന ഫോൾഡറിൽ എത്ര ഫയൽസ് ആണ് അറിയണമെങ്കിൽ ജസ്റ്റ് LS ടൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഇത് നൺ ലോഗിൻ ഷെല്ലാണ്. അപ്പൊ ലോഗിൻ ഷെല്ലിൽ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക. കമാൻഡ് പ്രോംപ്റ്റ് വരുന്നതിന് മുന്നേ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കണം. നൺ ലോഗിൻ ഷെല്ല് പറഞ്ഞാൽ ലോഞ്ച്ഡ് ഓട്ടോമാറ്റിക്കലി വെൻ എ യൂസർ ഓപ്പൺസ് എ ടെർമിനൽ. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പൊ ടെർമിനൽ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ നേരെ ടെർമിനൽ ഓപ്പൺ ആവും. നമുക്ക് അതിൽ തന്നെ നേരെ കമന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. non login shell is started by a program without a login. നമുക്ക് ലോഗിൻ ചെയ്യാൻ തന്നെ നമുക്ക് non login shell ഓപ്പൺ ആക്കാൻ പറ്റും. If you open a shell or terminal, if it doesn't ask you to login and it lets you straight away, it's a non login shell. അതായത് ഒരു ടെർമിനൽ ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മളോട് പാസ്വേഡോ യൂസർ ഐഡിയോ ചോദിക്കാണ്ട് നേരിട്ട് നമുക്ക് ചെയ്യാൻ കമാൻഡ് പ്രോംപ്റ്റ് വരികയാണെങ്കിൽ അതാണ് non login shell. ഇനി ഷെല്ലിന് തന്നെ മെയിൻ ആയിട്ട് നമ്മുടെ കോമൺ ഷെൽസ് SH ഷെൽ ഉണ്ട്, ബാഷ് ഷെൽ ഉണ്ട്, CH ഷെൽ ഉണ്ട്, KS ഷെൽ ഉണ്ട്. SH ഷെൽ എന്ന് പറഞ്ഞാൽ ബോണ്ട് ഷെൽ. ദി ഫസ്റ്റ് യൂണിക് ഷെല്ലാണ് SH. വെരി ഫാസ്റ്റ് ആണ്, ബട്ട് യൂസർ ഫ്രണ്ട്ലി ഫീച്ചേഴ്സ് ലാക്സ് ഓഫ് യൂസർ ഫ്രണ്ട്ലി ഫീച്ചേഴ്സ്. ബാഷ് ഷെല്ലാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഷെല്ല്. അതിൽ നമ്മുടെ എല്ലാത്തിന്റെയും കമ്പൈൻഡ് ഫീച്ചേഴ്സ് എത്തുന്നുണ്ട് ബാഷ് ഷെല്ലിൽ. അതിന്റെ പേര് പറഞ്ഞ ബോണ്ട് അഗെയിൻ ഷെൽ. മോസ്റ്റ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഷെല്ല് ബാഷ് ഷെല്ലാണ്. അതിൽ നമ്മുടെ സപ്പോർട്ട് ഹിസ്റ്ററി, അതായത് ഹിസ്റ്ററി കമാൻഡ്സ് ഹിസ്റ്ററി ഒക്കെ നന്നായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കമാൻഡ് ലൈൻ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ CH ഷെല്ല് പറഞ്ഞാൽ C ഷെല്ല് സപ്പോർട്ട് സ്ക്രിപ്റ്റ് വിത്ത് C ലൈക്ക് സിൻഡെക്സ്, C ലാംഗ്വേജ് സിൻഡെക്സ് ഒക്കെ സപ്പോർട്ട് ആണ്. പിന്നെ കമാൻഡ് ഹിസ്റ്ററി ഉണ്ട്. പിന്നെ KS ഷെല്ല്, അതായത് കോൺ ഷെല്ല്. കമ്പൈൻ ഫീച്ചേഴ്സ് ഓഫ് SH ആൻഡ് CHS. ഇതും ഫാസ്റ്റ് ആൻഡ് നന്നായി ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഷെല്ലാണ്. അതിൽ നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുക ബാഷ് ഷെല്ലാണ്. ഈ ബാഷ് ഷെല്ലാണ് നമ്മുടെ ഡീഫോൾട്ട് ആയിട്ട് ഉബുണ്ടു, അതേപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വിൻഡോസ് സബ്സിസ്റ്റം ലിനക്സ്, അതിൽ ബാഷ് ഷെല്ലും ബാഷ് ഷെല്ലായിരിക്കും ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടായിരിക്കുക. ഇത് വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ്, അതേപോലെ ഉബുണ്ടു പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിലും ബാഷ് ഷെല്ലായിരിക്കും ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. ഇനി ബാഷ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാഷിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ട്. ബാഷ് സ്റ്റാൻഡ്സ് ഫോർ ബോൺ അഗെയിൻ ഷെൽ. അതിന്റെ നെയിം ഇറ്റ് ഈസ് ദി ഡീഫോൾട്ട് ഷെൽ ഫോർ മോസ്റ്റ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ്. മോസ്റ്റ് ഓഫ് ദി ലിനക്സ് ഡിസ്ട്രിബ്യൂഷനിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഷെല്ല് ബാഷ് ഷെല്ലാണ്. പിന്നെ നമ്മുടെ WS അതിലും ഡീഫോൾട്ട് ഷെല്ല് ബാഷ് ഷെല്ലാണ്. പിന്നെ ഇത് ഡെവലപ്പ് ചെയ്തുള്ളത് GNU പ്രൊജക്ട് ടു എക്സ്റ്റെൻഡ് ദി ഒറിജിനൽ ബോൺ ഷെൽ. അതായത് ബോൺ ഷെൽ ആയിട്ടുള്ള SH ന്റെ ഫീച്ചേഴ്സ് ഓൾറെഡി ഇതിനുണ്ട്. അതിനും കൂടി എക്സ്റ്റെൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാഷ് ഷെല്ല് കൊടുത്തിട്ടുള്ളത്. അതായത് SH ഷെല്ല്, ബോൺ ഷെല്ല്, അതിന്റെ ഫീച്ചേഴ്സ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആക്കാൻ വേണ്ടിയിട്ട്. അതിന് അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല, ലാക്ക് ഓഫ് യൂസർ ഫ്രണ്ട്ലി ആണ്. അതിൽ കമാൻഡ് ലൈനൊക്കെ സപ്പോർട്ട് ഹിസ്റ്ററി, അതായത് നമ്മുടെ ഹിസ്റ്ററി ഓഫ് കമന്റ്സ് ഇല്ലേ, നമ്മളിപ്പോ കുറെ കമന്റ്സ് അടിച്ചു കൊടുത്തു, നമുക്ക് ഹിസ്റ്ററി ടൈപ്പ് ചെയ്ത് നമ്മൾ ഏതൊക്കെ കമന്റ് അടിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റും. കണ്ടാ, ഹിസ്റ്ററി അടിച്ച ഏതൊക്കെ കമന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതിന്റെ ഒക്കെ ഹിസ്റ്ററി കിട്ടും. ജസ്റ്റ് ക്ലിയർ ചെയ്താൽ ജസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ കമാൻഡ് ലൈൻ എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതൊക്കെ ബാഷിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ SH ഇല്ലാത്ത കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ബാഷിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ബാഷെല്ലിൽ തന്നെ ബോൺഷെല്ലിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്, കോൺഷെല്ലിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്, C ഷെല്ല്, ഇതിന്റെ കമ്പൈൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മുടെ ബാഷെല്ലുണ്ട്. ബാഷെല്ലിന്റെ അഡീഷണൽ പറഞ്ഞ കമാൻഡ് ലൈൻ എഡിറ്റ് ചെയ്യാൻ പറ്റും. നാവിഗേറ്റ് ആൻഡ് മോഡിഫൈ കമാൻഡ്സ് വിത്ത് ആരോ കീസ് യൂസ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ഹിസ്റ്ററി, അതായത് കമാൻഡ് ലൈൻസ് നമുക്ക് നമ്മൾ ഏതൊക്കെ പ്രീവിയസ് ആയിട്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത് അതിപ്പോ കാണിച്ചിട്ടുണ്ട്. ഹിസ്റ്ററി കമാൻഡ് യൂസ് ചെയ്താൽ മതി. പിന്നെ ജോബ് കൺട്രോൾ ചെയ്തിട്ട് നമ്മളിപ്പോ ഇപ്പൊ സ്ലീപ്പ് 15 ടൈപ്പ് ചെയ്തു. ഇപ്പൊ സ്ലീപ്പ് 15 കൺട്രോൾ കമാൻഡ് ആണ്, ജോബാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ PWD ടൈപ്പ് ചെയ്തിട്ട് എന്റർ അടിച്ചാൽ ആദ്യം സ്ലീപ്പ് 15, അതായത് 15 സെക്കൻഡ് സ്ലീപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ PWD ഔട്ട്പുട്ട് കിട്ടില്ല. ഇപ്പൊ ഔട്ട്പുട്ട് വരുന്നത് കാണാൻ പറ്റും ഒരു 15 സെക്കൻഡ് കഴിഞ്ഞാൽ. കണ്ട, അപ്പൊ നമുക്ക് സ്ലീപ്പ് 15 അടിച്ചു, സ്ലീപ്പ് 15 ജോബ് കൺട്രോൾ അടിച്ചു.
നമുക്ക് 350 ഇപ്പൊ വേണ്ട, നമുക്ക് PWD ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ, നമുക്ക് 350 ഓഫ് ചെയ്യണമെങ്കിൽ, അതായത് നിർത്തണമെങ്കിൽ കൺട്രോൾ സെറ്റ് അടിച്ചാൽ മതി. അപ്പൊ 350 സ്റ്റോപ്പ് ആയി. ഞാൻ നമുക്ക് ഫോർഗ്രൗണ്ടിൽ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ FG ടൈപ്പ് ചെയ്താൽ കണ്ട 315 വീണ്ടും ഓപ്പൺ ആവും. അപ്പൊ 15 സെക്കൻഡ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ജോബ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജോബ് കൺട്രോൾ പർപ്പസിന് നമുക്ക് ബാഷ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ജോബ് കൺട്രോൾ. പേസ് കൺട്രോൾ സെറ്റ്, പിന്നെ റെസ്യൂം, മാനേജ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്. ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ BG, ഫോർഗ്രൗണ്ട് പറഞ്ഞാൽ FG. പിന്നെ ഫംഗ്ഷൻസ് ആൻഡ് ഏരിയാസ്, ക്രിയേറ്റ് കസ്റ്റം റീയൂസബിൾ ഫംഗ്ഷൻസ് ആൻഡ് ഷോർട്ട് കട്ട്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഡെക്സ് അറേസ്, സപ്പോർട്ടഡ് ഫോർ ഡൈനാമിക് അറേസ്. നമ്മുടെ സ്ക്രിപ്റ്റിംഗിന് നമ്മൾ വളരെ യൂസ്ഫുൾ ആണ് അറേസ്. പിന്നെ അരിത്തമാറ്റിക്, പെർഫോം കാൽക്കുലേഷൻസ് ഇൻ ബേസ്ഡ് ഫ്രം 2 to the power 64, ബൈനറി ടു ബേസ് 64 വരെ നമുക്ക് അരിത്തമാറ്റിക് നമുക്ക് പറ്റും. കുറെ ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ബാഷിൽ, അതുകൊണ്ടാണ് ബാഷിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ്, വാട്ട് ഇസ് എ ഷെൽ ഇൻവൊക്കേഷൻ? ഷെൽ ഇൻവൊക്കേഷൻ നമുക്ക് എന്തെങ്കിലും പഠിക്കണം. ദി പ്രൈമറി ജോബ് ഓഫ് എ ഷെൽ ഇസ് ടു പ്രൊവൈഡ് എ യൂസർ ഇന്റർഫേസ് ആൻഡ് എക്സിക്യൂട്ട് എൻവയോൺമെന്റ്. അതായത് ഷെല്ലിന്റെ പ്രൈമറി മെയിൻ ആയിട്ടുള്ള ജോബ് പറഞ്ഞാൽ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ എൻവയോൺമെന്റ്. അതായത് നമുക്ക് ഒരു നല്ലൊരു എൻവയോൺമെന്റ്, നമ്മളൊരു കമാൻഡ്, ഷെൽ ഇൻവൊക്കേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് സ്റ്റാർട്ടിംഗ് എ ഷെൽ ആൻഡ് ഇന്റർഫേസിംഗ് വിത്ത് ദി യൂസിംഗ് കമാൻഡ്സ്. നമ്മൾ ഇന്ററാക്ടിങ് വിത്ത് ദി യൂസിംഗ് കമാൻഡ്സ്, നമ്മൾ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുക. നമ്മൾക്ക് ഇപ്പോൾ ഒരു ഞാൻ ഒരു എക്സാമ്പിൾ, ഇപ്പൊ LS കമാൻഡ് ആണ് വേണ്ടത് വിചാരിക്കുക. ഇപ്പൊ LS കമാൻഡിന് ഞാൻ ജസ്റ്റ് LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ LS കമാൻഡിന്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യും. അതായത് LS നമുക്ക് ഹ്യൂമൻ റീഡബിൾ കമാൻഡ്, അത് നമുക്ക് കേണലിന് മനസ്സിലാവുന്ന തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാവുന്ന തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ഷെല്ലിന്റെ ഫംഗ്ഷൻ. അതിനുശേഷം LS കമാൻഡിന്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്തു. ഈ LSന് പകരം LW ആണ് ഞാൻ ടൈപ്പ് ചെയ്യുക. LW എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത കമാൻഡ് നോട്ട് ഫൗണ്ട്, അതാണ് അതായത് ആ ഒരു കമന്റ് ഇല്ല, അപ്പൊ എറർ മെസ്സേജ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഇപ്പൊ LS ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇപ്പൊ LS പറഞ്ഞാൽ LS ഇസ് എ വാലിഡ് കമന്റ് ആണ്, നമ്മൾ കണ്ടു. അപ്പൊ ഷെൽ എന്താ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഷെൽ എക്സിക്യൂട്ട് ചെയ്യും, ഒരു വാലിഡ് കമന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ് ലിസ്റ്റ് ഓഫ് ഫയൽസ്, LSന്റെ കമന്റിന്റെ മീനിങ് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഫയൽസിനെ ലിസ്റ്റ് ചെയ്യുക. അപ്പൊ അത് വാലിഡ് ആയതുകൊണ്ട് കിട്ടും. ഇഫ് യു ടൈപ്പ് എ റോങ് കമാൻഡ്, ഞാൻ ഒരു എക്സാമ്പിൾ ഇപ്പൊ കാണിച്ചു, LW, LSന് പകരം LW ആണ് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുക. LSന് പകരം LW ടൈപ്പ് ചെയ്തപ്പോൾ കമാൻഡ് നോട്ട് ഫൗണ്ട് നമുക്ക് കിട്ടുന്നു. കമാൻഡ് നോട്ട് ഫൗണ്ട്, ആ ഒരു എറർ മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഷെല്ലിന്റെ യൂസേജ് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഇൻ ലിനക്സ് കമാൻഡ് ലൈൻ ഇന്റർഫേസ്, അതായത് നമ്മൾ കമാൻഡ് വെച്ചിട്ടാണ് അല്ലാതെ ചെയ്യാൻ പറ്റുക. അതായത് കമാൻഡ് ആർ ദി വേ ഇൻ വിച്ച് ദി യൂസർ ഇന്ററാക്ട്സ് വിത്ത് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തായിട്ട് ഇന്ററാക്ട് ചെയ്യുക കമാൻഡ് വെച്ചിട്ടാണ്, നമ്മൾ അല്ലാതെ കമാൻഡ് വെച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുക. അതായത് കമാൻഡ് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദി യൂസർ, നമ്മളാണ് കൊടുക്കുന്നത്. ടു ഡു സ്പെസിഫിക് ടാസ്ക്, കുറച്ച് ജോലികൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ സിസ്റ്റം യൂസ് ചെയ്ത് കുറച്ച് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമാൻഡ്സ് ആണ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കുക. സോ ടു ഡു ബേസിക് ഓർ അഡ്വാൻസ്ഡ് ടാസ്ക് കമാൻഡ്സ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഓൺ ദി ഷെൽ. അപ്പൊ നമ്മൾ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെല്ലിൽ കമാൻഡ്സ് കൊടുക്കും. ഷെല്ല് എക്സിക്യൂട്ട് ചെയ്യും കമാൻഡ്, എന്നിട്ട് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടും. അതായത് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ഷെല്ല് ചെക്ക് ചെയ്യും, ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള കമാൻഡ് ആണോ. ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള കമാൻഡ് ആണെങ്കിൽ ആ കമാൻഡിന്റെ ആക്ഷന് നമ്മുടെ ഡിസ്പ്ലേയിൽ പ്രിന്റ് ചെയ്യും, ഡിസ്പ്ലേയിൽ കാണിക്കും. ഇപ്പൊ PWD കൊടുത്തു കഴിഞ്ഞാൽ ആ കമാൻഡിന്റെ മീനിങ് പറഞ്ഞാൽ കറന്റ് വർക്കിംഗ് ഡയറക്ടറി കാണിക്കുന്നു. അപ്പൊ ഷെൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ ഡിസ്പ്ലേ പ്രിന്റ് ചെയ്യും. PWW ഞാൻ ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എന്റർ അടിച്ചു. അപ്പൊ എന്താ വരുന്നത്? അങ്ങനത്തെ ഒരു കമാൻഡ് ഇല്ല. കമാൻഡ് PWW നോട്ട് ഫൗണ്ട്, ഡിഡ് യു മീൻ, അതിന്റെ എറർ മെസ്സേജ് അത് പ്രിന്റ് ചെയ്യും. അതാണ് ഷെൽ എക്സിക്യൂട്ട് ചെയ്യും. ഒന്നെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കമാൻഡ് ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യും, അല്ലെങ്കിൽ എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യും. ടു എക്സിക്യൂട്ട് എ കമാൻഡ് ഓൺ സിസ്റ്റം സ്റ്റാർട്ട് എ ടെർമിനൽ, നമ്മളൊരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം സ്റ്റാർട്ട് എ ടെർമിനൽ ഓപ്പൺ ആക്കുക. യു വിൽ ഗെറ്റ് എ കമാൻഡ് പ്രോംപ്റ്റ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ കമാൻഡ് പ്രോംപ്റ്റ് കിട്ടും. ആ കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കമാൻഡ് പ്രോംപ്റ്റിൽ ജസ്റ്റ് നമുക്ക് വേണ്ട കമാൻഡ് ടൈപ്പ് ചെയ്യാം. നമുക്ക് ആദ്യം ക്ലിയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിയർ ചെയ്യാം. അതിനുശേഷം PWD ആണെങ്കിൽ കമാൻഡ് ടൈപ്പ് ചെയ്യുക. കണ്ട, സ്റ്റാർട്ട് എ ടെർമിനൽ, യു വിൽ ഗെറ്റ് എ കമാൻഡ് പ്രോംപ്റ്റ്. കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ ടൈപ്പ് ദി കമാൻഡ് റിലവന്റ് ടു ദി ടാസ്ക് വിച്ച് യു വാണ്ട് ടു പെർഫോം. നമുക്ക് ഏത് ടാസ്ക് ആണോ വേണ്ടത്. കറന്റ് വർക്കിംഗ് ഡയറക്ടറി കിട്ടണമെങ്കിൽ PWD ടൈപ്പ് ചെയ്യുക. ലിസ്റ്റ് ഓഫ് ഫയൽസ് കിട്ടണമെങ്കിൽ LS, അതായത് വിനായക് വിജയ് എന്ന ഫോൾഡറിൽ എത്ര സബ് ഫോൾഡേഴ്സ്, എത്ര വേറെ എന്തൊക്കെ ഉണ്ടോ അത് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ LS. അപ്പൊ LS ടൈപ്പ് ചെയ്യുക, എന്റർ അടിക്കുക, എന്റർ കീ പ്രസ് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. സ്റ്റാർട്ട് എ ടെർമിനൽ ഓപ്പൺ ആക്കി യു വിൽ ഗെറ്റ് എ കമാൻഡ് പ്രോംപ്റ്റ് കിട്ടി. അതിൽ കമാൻഡ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ദി കമാൻഡ് റിലവന്റ് ടു ദി ടാസ്കിനനുസരിച്ചുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യുക which you want to perform and press the enter key press ചെയ്യുക. അപ്പൊ നമ്മൾ enter key പ്രസ് ചെയ്യുമ്പോൾ പ്രസ്സിംഗ് enter key executes the command you entered. Enter key പ്രസ് ചെയ്താൽ നമ്മുടെ ഷെല്ലിൽ അതിനനുസരിച്ചുള്ള
ആ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ കമാൻഡിന്റെ ഔട്ട്പുട്ട് എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യും. കമാൻഡ് വാലിഡ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട്, കമാൻഡിന്റെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യും. അല്ലെങ്കിൽ എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഷെല്ലിന്റെ യൂസേജ്, എങ്ങനെ വർക്കിംഗ്.